അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹധന്യരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന കാര്യമാണ് തന്നെ സഹായിക്കുവാൻ കഴിയുന്ന റബ്ബാണ് തൻ്റെ യജമാനൻ എന്ന വിശ്വാസം. ആ വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ ശരിയാവണ്ണം കടന്നു വരികയാണ് എങ്കിൽ പിന്നീട് ആ റബ്ബിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ തൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഇസ്രായേലി സന്തതികളിൽപ്പെട്ട ഒരാൾ ഒരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. കച്ചവടത്തിന് വേണ്ടി തനിക്ക് ആവശ്യമുള്ള 1000 ദിനാർ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. തൻ്റെ നാട്ടിലുള്ള പല ആളുകളോടും അദ്ദേഹം അത് അന്വേഷിച്ചു. അങ്ങനെ അവസാനം ഒരാളുടെ അടുത്തെത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പണം നൽകാൻ തയ്യാറാണ്, പക്ഷേ ആരുണ്ട് താങ്കൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ? അദ്ദേഹം പറഞ്ഞു, വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു മാത്രമേ എനിക്ക് സാക്ഷിയായിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ചോദിച്ചു, ആരുണ്ട് നിനക്ക് വക്കീലായിട്ട് നിൽക്കാൻ? അദ്ദേഹം പറഞ്ഞ മറുപടി, വകഫാ ബില്ലാഹി വക്കീല, വക്കീലായിട്ടും എനിക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ മനുഷ്യൻ്റെ വിശ്വാസ ദൃഢത കണ്ടുകൊണ്ട് ഒരു ദിവസം നിശ്ചയിച്ച് അദ്ദേഹത്തിന് ആ പണം നൽകുകയുണ്ടായി. ഇന്ന ദിവസം തിരിച്ചു തരണം, ഇന്ന ദിവസം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹം പണം കൈപ്പറ്റി അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. കച്ചവടമൊക്കെ ഉഷാറായി. തിരിച്ചു വരാനായി അദ്ദേഹം തുറമുഖത്തെത്തിയപ്പോഴേക്കും കപ്പൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റേതായ കാരണങ്ങളാലല്ല അദ്ദേഹം വൈകിയത്, മറ്റു ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് കപ്പൽ നഷ്ടപ്പെടുകയുണ്ടായി. ഈ സമയത്ത് അദ്ദേഹം ഓർത്തത്, റബ്ബേ, നിന്നെ സാക്ഷിയാക്കി നിന്നെ വക്കീലാക്കി ഞാൻ നടത്തിയൊരു കരാർ. ആ കരാറിൻ്റെ ഭാഗമായി ആ പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ എനിക്കിപ്പോൾ കപ്പൽ കിട്ടിയില്ല എങ്കിൽ പിന്നീട് നടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു മരക്കഷ്ണം രണ്ടായി കീറി ആ മരക്കഷ്ണത്തിൻ്റെ മധ്യത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിൽ 1000 ദിനാറും അതോടൊപ്പം ആരുടെ കയ്യിൽ നിന്നാണോ താൻ ആ പണം വാങ്ങിയത് അദ്ദേഹത്തിനുള്ള ഒരു കത്തും തയ്യാറാക്കി ആ മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ആ മരക്കഷ്ണം നന്നായി കെട്ടി വരിഞ്ഞ് ആ മരക്കഷ്ണം കടലിലേക്ക് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അദ്ദേഹം എറിയുകയാണ്. ഏതു ദിവസമാണോ താൻ പണം തിരിച്ചു നൽകാം എന്നു പറഞ്ഞത് ആ ദിവസം രാവിലെ തന്നെ പണം കൊടുത്ത വ്യക്തി തുറമുഖത്ത് വരികയാണ്. അവിടെ കപ്പൽ വന്നു. കപ്പലിൽ നിന്നും സഞ്ചാരികളും യാത്രക്കാരും അതുപോലെ തന്നെ കച്ചവടക്കാരുമൊക്കെ ഇറങ്ങി വന്നു. ഇദ്ദേഹത്തെ അതിൽ കാണാനില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അദ്ദേഹം ചോദിച്ചു എന്നും ഒക്കെ മറ്റു ചില റിപ്പോർട്ടുകളിലും കാണാൻ പറ്റും.
നമ്മൾ കച്ചവടം ചെയ്തിരുന്നു എന്നും നല്ല ലാഭം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുമുള്ള വാർത്തയൊക്കെ ഇദ്ദേഹം അറിഞ്ഞു. പക്ഷേ ഈ കപ്പലിൽ അദ്ദേഹമില്ല. അദ്ദേഹം വിചാരിക്കുകയാണ്, എങ്ങനെയാണ് അള്ളാഹുവിനെ സാക്ഷിയാക്കി അള്ളാഹുവിനെ വക്കീലാക്കിക്കൊണ്ട് നടത്തിയ ഒരു കരാർ എങ്ങനെയാണ് ഒരാൾ വഞ്ചിക്കുക? അതുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. പക്ഷേ വൈകുന്നേരം വരെ ആളെ കാണാതായി. തിരിച്ചു പോകാൻ സമയം, രാവിലെ വന്ന സമയം മുതൽക്ക് തന്നെ തിരമാലയിൽ തട്ടിക്കളിച്ചു കൊണ്ടിരുന്ന ഒരു വിറകിൻ്റെ കഷ്ണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. ആ വിറകും കഷ്ണവും അദ്ദേഹം അത് വിറകാക്കി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതുമായി കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലെത്തി അത് പൊളിച്ചു നോക്കുന്ന സമയത്ത്, കത്തിക്കുവാനായി പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ 1000 ദിനാറും അതോടൊപ്പം തന്നെ തനിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ കത്തും കാണുമ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. പിന്നീട് മറ്റേയാൾക്ക് വാഹനം ലഭിക്കുന്നുണ്ട്. അദ്ദേഹം 1000 ദിനാറുമായി കൊണ്ട് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അനുഗ്രഹിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മറ്റേയാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന് കൂടുതൽ ഇദ്ദേഹം ശുക്ർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അള്ളാഹുവിൽ കാര്യങ്ങൾ കൃത്യമായി ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ്റേതായ വഴിക്ക് നമുക്ക് നിർവഹിച്ചു തരുന്നത് തന്നെയാണ് എന്നതാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം നബിവചനങ്ങളും അതുപോലെ തന്നെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബിവചനങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ കാര്യങ്ങൾ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കേണ്ടവരാണ്. അതിനു വേണ്ട യോഗ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറഞ്ഞത്, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. ഫഅലല്ലാഹ്, അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ ഫതവക്കലു, നിങ്ങൾ തവക്കുലാക്കുവീൻ, ഭരമേൽപ്പിക്കുവീൻ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവീൻ എന്നാണ്. മാത്രമല്ല, ഇബാദത്തുമായി ബന്ധപ്പെട്ട രംഗത്ത് അല്ലാഹ് പറയുന്നത് കാണാം, ഫഅബ്ദുഹു, അവനെ നിങ്ങൾ ആരാധിക്കുക, വതവക്കൽ അലൈഹി, എന്നിട്ട് അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. പ്രബോധന രംഗത്ത് സജീവമാകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പ്രബോധിത സമൂഹത്തിലേക്ക് സത്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. അവർ അത് ഏറ്റെടുക്കുവാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അവിടെ നിരാശരാകേണ്ടതില്ല. കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അല്ലാഹ് പറയുന്നത് കാണാം, ഫഇൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ, നബി അങ്ങ് പറയുക, ഹസ്ബിയല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റാരുമില്ല, അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ്റെ മേൽ ഞാൻ കാര്യങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ യജമാനനാകുന്നു എന്നതാണ്. മാത്രമല്ല, അള്ളാഹുവിൽ കാര്യങ്ങൾ കൃത്യമായി ഭരമേൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അവൻ ഉദ്ദേശിക്കാത്തിടങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല തുറവിയ നൽകുമെന്നത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു തആല തുറവിയ നൽകുന്നതാണ്. മാത്രവുമല്ല, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത ഇടത്തുനിന്നും അവന് വേണ്ട ഉപജീവനവും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു തആല മാത്രം മതി അവന് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. എന്നാൽ തവക്കുൽ എന്ന വിഷയത്തിലും പല ആളുകൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. മരിച്ചുപോയ ആളുകളിൽ തവക്കുലാക്കുന്ന കുറേ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഹറാമായ വഴിയാണ്. മാത്രമല്ല, അള്ളാഹു അല്ലാത്ത ആളുകളിൽ തവക്കുലാക്കുക എന്ന് പറയുന്നത് അത് ശിർക്കാണ് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്.
മറ്റു ചിലർ തവക്കുലെന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തവക്കുലിനെതിരാണ് എന്ന് പറയുന്ന ആളുകളെയും കാണാൻ കഴിയും. അതും ശരിയല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണമെന്നാണ്. നമുക്കറിയാം, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് യുദ്ധ സാഹചര്യത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത് വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ എന്നാണ്. ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾ ശക്തി സംഭരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശക്തി സംഭരിക്കാതെ യുദ്ധത്തിന് പോകുവാനല്ല റസൂലുള്ളാഹിയോട് കൽപ്പിച്ചത്. അവിടെ മനുഷ്യനെന്നുള്ള നിലക്ക് യുദ്ധ സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും കെടുതികളും അതിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വേണം യുദ്ധത്തിന് പോകാനെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫഇദ ഖുളിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ. ഫഇദ ഖുളിയത്തിസ് സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ അഥവാ ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ, നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപിക്കുവീൻ, ഭൂമിയിലൂടെ സഞ്ചരിക്കുവീൻ, മാത്രമല്ല അള്ളാഹുവിൻ്റെ ഫളിലിനെ നിങ്ങൾ തേടുകയും ചെയ്യുവീൻ. അവിടെ നമ്മോട് റിസ്ക് തേടുവാനാണ് ആവശ്യപ്പെട്ടത്. പള്ളിയിലിരുന്ന് നിസ്കരിച്ച് എനിക്കാവശ്യമുള്ള റിസ്ക് ഇവിടെ അള്ളാഹു എത്തിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തവക്കുലല്ല, തവക്കുലിനെതിരാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട മുറപ്രകാരം നമ്മൾ തവക്കുലാക്കി കഴിഞ്ഞാൽ ആ റിസ്ക് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഏറ്റവും ഹലാലായ മാർഗത്തിലൂടെ തന്നെ അത് നമ്മിലേക്ക് വന്നെത്തണമെങ്കിൽ തവക്കുലും ക്ഷമയുമൊക്കെ അനിവാര്യമാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തവക്കുലുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കൂ, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ തവക്കുലാക്കുകയാണ് എങ്കിൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ്. കമാ യർസുഖു ത്വയ്ർ, അവൻ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. പക്ഷികളുടെ പ്രത്യേകത എന്താണ്? തഗ്ദു ഖിമാസ, തഗ്ദു ഖിമാസ, രാവിലെ അവ കൂട്ടിൽ നിന്നും പാറിപ്പോകുന്ന സമയത്ത് അവയുടെ വയറുകൾ ഒട്ടിയ അവസ്ഥയിലാണ് അവ പാറിപ്പോകാറുള്ളത്. അവർക്കറിയുകയില്ല അവർക്ക് അന്നത്തെ ദിവസത്തെ ഭക്ഷണം എവിടെയാണുള്ളത് എന്ന്. എന്നാൽ വതറൂഹു ബിതാന, വയർ നിറഞ്ഞ അവസ്ഥയിലാണ് അവർ തിരിച്ചു വരുന്നത് എന്നാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും ഹറാമിൻ്റെ വഴികളിലൂടെ, നിഷിദ്ധമായ വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കേണ്ടി വരിക. നമ്മുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികളും കുടുസതകളുമൊക്കെ കടന്നു വരിക. അല്ലാഹുവിൽ തവക്കുലാക്കേണ്ട മുറപ്രകാരം നമ്മൾ തവക്കുലാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടുകയാണ്. കാരണം പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കലില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും കഴിവുള്ള നമ്മുടെ റബ്ബിൽ നമുക്ക് ഭരമേൽപ്പിക്കുവാൻ കഴിയണം. സത്യസന്ധമായ വിശ്വാസത്തോടു കൂടി നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ തടയുവാനുമായി അല്ലാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, അവനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.